അർത്തുങ്കൽ ബീച്ച് ഫെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഡിസംബർ 29 മുതൽ 31 വരെയാണ് അർത്തുങ്കൽ ബീച്ച് ഫെസ്റ്റ് നടക്കുക. അർത്തുങ്കൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അർത്തുങ്കൽ ബീച്ച് ഫെസ്റ്റ് ഡിസംബർ 29 തുടങ്ങും. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ബീച്ച് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 29 രാവിലെ 9 അർത്തുങ്കൽ ബീച്ചിൽ നീന്തൽ മേളയും 10 റോഡ് ഷോയും നടക്കും. വൈകിട്ട് 6 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. 30 വൈകിട്ട് 4 സാംസ്കാരിക ഘോഷയാത്രയും രാത്രി 8 മണി മുതൽ കലാപരിപാടികളും നടക്കും. സമാപന ദിവസമായ ഡിസംബർ 31 രാവിലെ 10 വള്ളങ്ങളുടെ തുഴച്ചിൽ മത്സരം, വൈകിട്ട് 6 നടക്കുന്ന പൊതുസമ്മേളനം ആലപ്പുഴ MP KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. രാത്രി 8 അൻവർ ആസാദും പ്രദീപ് പള്ളാത്തുരുത്തിയും നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റും, രാത്രി 10 മണി മുതൽ അതുൽദാസ് കൃഷ്ണൻ നയിക്കുന്ന സംഗീത നിശയും നടക്കും. ജനറൽ കൺവീനർ ബാബു ആന്റണി, ചെയർമാൻ സുരേഷ് ജോസഫ്, ഗിരീഷ് മഠത്തിൽ, PV ജോൺസൺ, TC ജോസൂനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൂറിസം മിനിസ്റ്റർ പോലും കഴിഞ്ഞ ഇവാലുവേഷനിൽ പറഞ്ഞത് നമ്മുടെ സർക്കാർ സാമ്പത്തികത്തോടുകൂടി നടത്തുന്ന ബീച്ച് ഫെസ്റ്റിനേക്കാളും വളരെ ഭംഗിയായിട്ടുള്ള, ഏറ്റവും ടോപ്പിൽ നമ്മൾ സർക്കാരിൻ്റെ ഫണ്ട് വാങ്ങാതെ നടത്തുന്ന, ഇത് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇൻവോൾവ്മെൻറ്റിൽ നടത്തുന്ന ഒരു ബീച്ച് ഫെസ്റ്റാണ് അർത്തുങ്കൽ ബീച്ച് ഫെസ്റ്റ്. അപ്പോൾ ഈ ബീച്ച് ഫെസ്റ്റ് വളരെ അതിലെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റിയും അതോടൊപ്പം തന്നെ ആളുകൾക്ക് അവിടെ കുടുംബസഹിതം എത്തിക്കഴിഞ്ഞാൽ സമാധാനപൂർവ്വമായിട്ട് അവിടെ ഭംഗിയായിട്ട് അവിടെ ഇരിക്കാനും കാര്യങ്ങൾ ആസ്വദിക്കാനും ഉള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടി വളരെ ഡിസിപ്ലിൻഡായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമായിട്ട് മിനിസ്റ്റർ പോലും മെൻഷൻ ചെയ്തു. അപ്പോൾ ഇതാ നമ്മൾ ഈ വർഷം എല്ലാ വർഷവും നമ്മൾ നടത്തിപ്പോരുന്നത് ഡിസംബർ 2 ഏറ്റവും അവസാനത്തെ 2 ദിവസങ്ങളാണ് നമ്മൾ നടത്തിപ്പോരുന്നത്, 30, 31. ഈ പ്രാവശ്യം നമ്മൾ അത് ഒരു ദിവസം കൂടി കൂട്ടി 29, 30, ഡിസംബർ 29, 30, 31 എന്നീ തീയതികളിലായിട്ടാണ് നമ്മൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് സാംസ്കാരിക സമ്മേളനം. അന്ന് ഈവനിങ്ങിൽ നമ്മൾ വൈകിട്ട് 6 മണിക്കാണ് സാംസ്കാരിക സമ്മേളനം നടത്തുക. ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർകളാണ്.